ലയൺസ് ക്ലബ്ബ് ഓഫ് എളനാടിന്റെ നേതൃത്വത്തിൽ ചേലക്കര ലിസിയോക്സ് കോളേജിൽ വെച്ച് CPR ട്രെയിനിങ്ങും ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. എളനാട് ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചേലക്കര ലിസിയോക്സ് കോളേജിൽ വെച്ച് CPR ട്രെയിനിങ്ങും ചൈൽഡ്ഹുഡ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് എളനാട് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോലി കിട്ടാനല്ല, അറിവ് കിട്ടാൻ, അറിവിലൂടെ എല്ലാം സ്വന്തമാക്കണം, എല്ലാം സാധ്യമാക്കണം. അറിവിലൂടെ ഈ അറിവ് എങ്ങനെ കിട്ടാൻ? ടീച്ചർ പഠിപ്പിച്ച മാത്രം കിട്ടോ? അറിവ് കിട്ടണമെങ്കിൽ ടീച്ചറോടൊപ്പം തന്നെ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവണം. എന്തുണ്ടാവണം? അനുഭവങ്ങൾ ഉണ്ടാവണം. ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്നും പഠിക്കല്ലേ. പുതിയ പുതിയ അറിവുകൾ സിലബസിലെ അറിവിനെ കുറിച്ചല്ല ഞാൻ പറയാം. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് പറ്റണം. 2-3 ടീച്ചർമാരെ കണ്ടല്ലേ. ഒരു ടീച്ചർ എല്ലാ വിഷയത്തിലും A+ കിട്ടുന്ന ആഗ്രഹിക്കുന്നവർ ആരാണ്? 100 മാർക്ക് കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. എനിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കുന്ന കൈ പിടിക്കും. ഒരു അറിവിനെ കുറിച്ചിട്ട് ഒരു അറിവ് കൊടുത്തതും അറിവ് ഉപയോഗിച്ചതുമായ ഒരു കാര്യം പറയാം. ഇവിടെ CPR കുഴഞ്ഞു വീഴുമ്പോൾ എങ്ങനെ നമ്മൾ പരിശോധിക്കാൻ വേണം. വേറൊരു അറിവ് നമ്മൾ പലപ്പോഴും പറയും, നീന്തൽ പഠിക്കുക, സൈക്കിൾ പഠിക്കുക, കാർ പഠിക്കുക, കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ അറിവുകൾ. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ഭയപ്പോള എന്ന് പറയുന്നത് ലയൺ ഷാജി തോമസ് സ്വാഗതം ആശംസിക്കുകയും ഉണ്ണി വടക്കാഞ്ചേരി CPR ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഷോക്കേറ്റ് ആവാം, അല്ലെങ്കിൽ വെറ്റ് ഫ്ലോർ ആവാം. ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്ന അദ്ദേഹത്തെ എടുക്കുമ്പോൾ നമ്മൾ തട്ടി വിടാം, അല്ലെങ്കിൽ മുങ്ങി കിടക്കുന്ന ഒരാളാണ്. എല്ലാ സമയം നമ്മളും മുങ്ങിത്താഴാം. നീന്തൽ അറിയാവുന്ന ഒരു കാര്യത്തിൽ എന്താണ് നമ്മളെക്കാൾ ഓടി വീട്ടിലുള്ള ഒരാളാണ്, 65 കിലോ വീട്ടിലെ ഒരാളാണ്, 40 വീട്ടാണ് 40-50 കിലോ വീട്ടിലുള്ളത്. ഇരിക്കാൻ പോയാൽ നമ്മൾ മുങ്ങി വരും അല്ലേ. അപ്പൊ അവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. എന്താണ് സേഫ്റ്റി ഓർ അവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. നമ്മുടെ സേഫ്റ്റി ആദ്യം എൻഷുർ ചെയ്യണം. എന്താണ് എൻഷുർ ചെയ്യുന്നത്? അവർ സേഫ്റ്റി ക്ലിയർ ആണല്ലേ. ആദ്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ വാട്സിൽ പോകുമ്പോൾ നെറ്റ് ഫ്ലോർ നെറ്റ് ഫ്ലോർ ആണ് വീഴും, തലടിക്കും, എണ്ണ പോയിട്ട് ഓയിലാണ്, അല്ലെങ്കിൽ എന്തിനാണ്, അല്ലെങ്കിൽ നെറ്റാണ്. അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മലർന്ന് കിടക്കാൻ നോക്കി അദ്ദേഹം ചെയ്തിട്ട് കളഞ്ഞിട്ട് കിടക്കാൻ പതുക്കെ നമ്മൾ മലർത്തി കിടക്കണം. ഇതുപോലെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ടേബിളിന്റെ മുകളിൽ കിടക്കണമെന്നില്ല. നമുക്ക് മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? CPR ചെയ്യാൻ പറ്റും. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? തട്ടി വിളിക്കണം. ആ റിവ് ഓക്കെ എന്ന് പറഞ്ഞ് 2 ഷോൾഡറും തട്ടി വിളിക്കണം. ലയൺ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ, പീഡിയാട്രിക് ക്യാൻസർ അവയർനെസ് ക്ലാസ് നയിച്ചു. ഷുഗർ രോഗികൾ, ഡയബറ്റിക് രോഗികൾ കൂടി വരുന്നു. കേരളം 1ാം സ്ഥാനമാണ് ഷുഗർ പേഷ്യന്റിന്റെ കാര്യത്തിൽ. അപ്പൊ ഇത്തരത്തിൽ അസുഖങ്ങൾ കൂടി വരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഡോക്ടർമാർ ധാരാളമുണ്ട്, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ഗവൺമെന്റ് തലത്തിലുണ്ട്, അല്ലാത്ത തലത്തിലുണ്ട്. ധാരാളം ഡോക്ടേഴ്സ് നമുക്ക് പ്രഗ്നൻസി മുതൽ തന്നെ മരണം വരെ പാലിയേറ്റീവ് കെയർ, ഡോക്ടർമാരുടെ സേവനം, നഴ്സുമാരുടെ സേവനം, ഒപ്പം അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഇവരുടെ ഇടയിലുള്ള അവബോധം, ആരോഗ്യ അവബോധം, ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തില് ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും പുറകിൽ പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ കേരളം. അതിൽ ക്യാൻസർ എന്ന ഈ വലിയൊരു മഹാവിപത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇന്ന് കേരളത്തില് 2ാം സ്ഥാനമാണെങ്കിൽ പോലും കേരളം 2030 ആവുമ്പോഴേക്കും 1ാം സ്ഥാനത്ത് എത്തുവാനുള്ള സാധ്യതയിലാണ്. ക്യാൻസറിനെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതിന് ഈ ക്യാൻസറെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് ഈസ് എ ജീവിതശൈലി രോഗവുമായി നമ്മുടെ ജനറ്റിക് പ്ലസ് എൻവയോൺമെന്റ്, ജനിതകമായ പാരമ്പര്യപരമായിട്ടുള്ള നമ്മുടെ പ്രത്യേകതകൾ, ഇതും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്യാൻസർ എന്ന ഈ മഹാവിപത്ത് ഈ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള കാരണം. ജനറ്റിക് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർ, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത നിലവാരം, അവരുടെ ഭക്ഷണം, അവർ നമുക്ക് നൽകുന്ന
ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്ന പല ഘടകങ്ങളുണ്ട്. ഇത് കൂടെ ചേരുന്നതാണ്. നമുക്ക് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ജാതകമാണ്. ജനിതകമായ രോഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ ജാതകം ഒപ്പം നമ്മൾ ചെയ്യുന്ന ശീലങ്ങളും ദുശീലങ്ങളുമാണ് ക്യാൻസറിന്റെ ഈ മഹാവിപത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡ് എന്ന് പറയും. സാധാരണ ബാല്യം, കൗമാരം, അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുന്നതിന് ഇടയ്ക്കുള്ള ഒരു സമയമാണ്. ഈ സമയമാണ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും മോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല കാലം ഈ +2 കാലഘട്ടമാണ്. ലിസിയക്സ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ് മില്ലറ്റ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ലയൺ ചന്ദ്രപ്രകാശ് എടമന, ലയൺ കൃഷ്ണൻകുട്ടി, ലിസിയക്സ് കോളേജ് അധ്യാപകരായ വാസന്തി, മറീന, ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുകയും സജീവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. നേതൃത്വത്തിൽ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് അറിവ് പകർന്നേരം പ്രാക്ടിക്കലായി ചേർന്ന പ്രിയപ്പെട്ട DC വടക്കാഞ്ചേരിയെ അനുമോദിക്കുന്നു. ഈ പരിപാടി ഭാരവാഹികൾ സംഘടിപ്പിച്ച നാളെ യൂണിറ്റിന്റെ പ്രസിഡന്റിനെ മറ്റു ഭാരവാഹികൾ അടുത്ത ക്ലാസ്സിൽ ഡോക്ടറിനെയും അഭിനന്ദിച്ചുകൊണ്ട് CCV ന്യൂസ് ചേലക്കര.